ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഒലി ഫുഡ് കോർട്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 2 പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം മൂപ്പായിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ മാങ്ങ എടുക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ശേഷം മാത്രമേ നിങ്ങൾ തോലോട് കൂടി എടുക്കാൻ പാടുള്ളൂ കേട്ടോ. കയ്പുള്ളതാണെന്നെങ്കിൽ എൻ്റെ തൊലി ഒഴിവാക്കണം. അങ്ങനെ ഞാൻ ഇത് നമ്മുടെ കയ്പ് കുറവില്ലാത്ത മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തൊലിയോട് കൂടി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ 5 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതുപോലെ ചെറിയൊരു കഷ്ണം 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, വേറെ ഓയിലുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് 1/4 കപ്പ് നല്ല തിളപ്പിച്ചാറിയ വെള്ളം നല്ലവണ്ണം തണുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഗ്രേവിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് തന്നെ ഇതിൽ കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സദ്യക്ക് നാളെയാണ് നിങ്ങൾ സദ്യ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ ഉച്ചയാകുമ്പോഴേക്ക് അത് സെറ്റ് ആയിക്കോളും. അപ്പോൾ അതുപോലെ ഇത് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക.